ഓ, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ആ വഴിക്കൊന്നും പോകരുത് കേട്ടോ, അത് വല്ലയിടത്തും പോയി കയറും. നീ എന്ത് ഉദ്ദേശിച്ചു? അല്ല നീ ആ വഴി ഇങ്ങനെ പോയാൽ ശരി. എടാ അതാണോ പറഞ്ഞത്? ആ. ഈ പരിപാടി ശരിയാവത്തില്ല. ആ. ഇന്നലെ രാത്രി ഞാൻ ഒരു പോള ഉറങ്ങിയില്ല, അറിയാം. അതെന്താ പറ്റി? എന്തോ പറ്റിയെന്ന്. ആ, എന്താ ഉറങ്ങായിരുന്നു? ഉറങ്ങാൻ ഉം. പെണ്ണുമ്പിള കിടന്ന് നേരം വെളുക്കുന്നിടം വരെ എന്തോ ഒരു ഗുണ വിളിയാ. മോനെ ചെറുക്കനെ വേണം, പെണ്ണിനെ വേണം, പെണ്ണിനെ വേണം പറഞ്ഞു മനുഷ്യന് ഉറങ്ങാൻ പറ്റുമോ? അതെ. വെളുക്കുന്നിടം വരെ വിളിച്ചിട്ടങ്ങ് ആ. ചില സമയത്ത് തോന്നി തൊഴിലങ്ങ് നിർത്താവെന്ന്. ആ. അതിന് നീ എന്താടാ കൂട്ടു വരുന്നത്? എടാ ഇല്ല, അവന്റെ അടുത്ത് നിന്ന് പൈസ മേടിച്ചില്ലേ, ആ അതിന് അതിന് ഒരു ഉറക്കമില്ല. അവന് പെണ്ണിനെ ശരിയായി കൊടുക്കണ്ടേ. അപ്പൊ നീ അവിടുന്ന് പൈസ മേടിച്ചില്ലേ? ആ, ഞാനും മേടിച്ചു പൈസ. ഞാൻ ആ തള്ളയുടെ കയ്യിൽ നിന്ന് ഒരു പെണ്ണിനെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു പൈസ മേടിച്ചെന്ന് പറഞ്ഞു. അവര് കിടന്ന് എന്നെ കിടന്ന് നിരന്തരം വിളിയായി. രാത്രി ഇല്ല, സത്യം പറഞ്ഞ വീട്ടിൽ ഞാൻ ഇരിക്കാത്ത അതുകൊണ്ടാ. ആണോ? വീട്ടിൽ ചിലപ്പോൾ പുല്ല് പെണ്ണുമ്പോൾ കയറി വരുമെന്നേ. അയ്യോ, ഇപ്പൊ നീ എന്ത് ചെയ്യോളെ? എങ്ങനെയാലും ആ അവന് ഒരു പെണ്ണിനെ നമുക്ക് കൊടുത്തേ പറ്റൂ, രമണനെ. കാരണം അവരുടെ അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ. ഓ, കാലം പിടിച്ചവന് അതെന്താ? ഒരു മുഷടനാന്നേ. എടാ നരസിംഹ സിനിമയിലെ നമ്മുടെ തിലകനില്ലേ, ആ. അതുപോലെ ഒരു മുഷടനാന്നേ. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ബീഡി മേടിക്കാൻ കടയിൽ പോയപ്പം രമണന്റെ അച്ഛൻ വരുന്നു. ദൈവമേ, ഞാൻ ഇറങ്ങി അതിനെ ഓടിക്കളഞ്ഞു. മാറി ബാധ്യതന്നേ. ആണാ? അതല്ലയോ, ഞാൻ അങ്ങനെ കാണാതെ ബന്ധപ്പെട്ടിരിക്കുക. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രമണൻ നമ്മൾ ഒരു പെണ്ണിനെ ഒപ്പിച്ച് കൊടുത്തേ പറ്റുള്ളൂ. ആണോ? നമുക്കേ പിന്നെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയാലേ. ഇവനെ ഇവന്റെ മേത്ത് എന്തോ സാധനം ഉണ്ടെന്ന് തോന്നുന്നു. നിനക്ക് തോന്നിയിട്ടുണ്ടോ? ആ, എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു പെണ്ണിന്റെ വീട്ടിൽ പോയി, ഒരു പട്ടളക്കാരന്റെ ആ ആ മോളെ കൊണ്ടുപോയില്ലേ. ഞാൻ ഓടി ഓട്ടം. ഇവിടെ ഇവൻ ആ വീട്ടിൽ ചെന്നത് എന്തോ ഒരു വിരളി പോലെ, ആ ആ, പെണ്ണിനെ കാണുമ്പോൾ ഒരു വിരളി പോലെ. എന്തോ ബാധ അവനുണ്ട് ആ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ കേട്ടോ. ആ എന്ന് പറഞ്ഞാൽ എന്തറിയോ, ആ. ഒരു ബാധയില്ലെങ്കിൽ ചുമ്മാ പൈസ വാരി നീ തരുവാടാ. ആരെങ്കിലും പെണ്ണല കൂടെ അത്രയും ചെയ്തിട്ടുണ്ടോ? ആ മണകൂണാഞ്ചിന ആര് ചെയ്യാനാടാ ഇവന്? അല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ. പറയാൻ പറ്റത്തില്ല. ചിലപ്പം കേട്ടു തേങ്ങയിലും ചിലപ്പം വളർത്തുന്നവരുണ്ടല്ലോ. അതുണ്ടോ? ഇതുപോലെ ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ. ആ, വിളി. അതിന്റെ ഒരു കുറവും വേണ്ട. ബെല്ലുണ്ട്. ഓ, എനിക്ക് കാണത്തില്ലായി. ആ ആ ആ ആ. ആ, അതെ അതെ. ആ ബ്രോക്കറാ. അതെ, നീ അത്യാവശ്യമായിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഓഫീസിലോട്ട് പോ. ആശാനെ, ഇതാണ് നമ്മുടെ ഓഫീസ്. ഇതാണ് നമ്മുടെ ഓഫീസ്. ഇതൊക്കെ മതിയെന്നേ. കറണ്ട് ചാർജ് കൊടുക്കണ്ട, അടക്കണ്ട. വെള്ള കരവ് അടക്കണ്ട, വെള്ളം കുടിക്കണ്ടേ? നികുതി അടക്കണ്ട. വെള്ളം കുടിക്കണ്ടേ? വെള്ളം കുടിക്കാൻ പറയാം. വരുന്ന ഇങ്ങോട്ടൊരു പോള്. AC വേണ്ട, വേണ്ട. ആലിന് ചോടല്ലേ, ആ, നല്ല ശുദ്ധ വായുവും കിട്ടും, അറിയാം. കൈ പഠിച്ചിട്ടോണ്ടിരുന്നാ മതി. അമ്പലത്തിൽ വെച്ച് കാണാനുണ്ടോ? ആ. അവൻ വന്നല്ലോ. ആ, ഞാൻ എന്താ പറഞ്ഞില്ലേ ഇവന്റെ മേത്ത് എന്തോ ഉണ്ടെന്ന്. പ്രേതം ഉണ്ട് ഇവന്റെ മേത്ത് കേട്ടോ. നിനക്ക് എന്ത് പറയാം? ആ, പിന്നെ എന്തോ പക്ഷെ ഇതെത്ര? ആ, ഇതെല്ലാം രണ്ടായിട്ടാ കാണുന്നവൻ കേട്ടാ. അപ്പൊ നീ പറഞ്ഞ ശരി തന്നെ ആ, ശരി തന്നെ. കേട്ടോ. നീ അവിടെ എന്തോ ഓഫീസിൽ ഒരു വശപ്പശ കൊണ്ടുവനെ കണ്ട. നീ ഇരിക്കടേ അവിടെ. ഇത് ഓപ്പൺ സ്റ്റേജ് ഓഫീസാ. ഓഫീസായിട്ട് തോന്നുന്നില്ലേ? നിന്റെ സ്റ്റാറ്റസിൽ ഇത് മതി. ഇനി നിനക്ക് വലിയ കൊട്ടാരത്തിന്റെ ഞങ്ങൾ ഓഫീസ് എടുത്തിട്ട് അവിടെ ഇരിക്കാം ഞങ്ങൾ. അല്ലാതെ പിന്നെ അമ്മ വിളിച്ചായിരുന്നോ? ഏ? അമ്മയെ വിളിയാ, ദിവസവും വിളിക്കുക. നമുക്ക് അടുത്ത പെണ്ണിനെ കാണട്ടെ. ആദ്യം കല്യാണം ഇപ്പൊ നിന്റെ നടക്കാത്ത എന്താന്ന് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. നീ പറഞ്ഞത് ശരി തന്നെ. എനിക്ക് ഇതിനെ കണ്ടിട്ട് ആകെ ഒരു ആ ഒരു ഒന്നിനോട് സാദൃശ്യം ആവുന്നു. രണ്ടായിട്ടാണ് കാണുന്നത്. പെണ്ണിനെ രണ്ടായിട്ടായിരിക്കും കാണുന്നത്. ഈ തേങ്ങനെ കൊണ്ട് മേശരിയാണോ? ഏത് മേശരി അത്? മേശരിയോ? എന്റെ കല്യാണത്തിന് മേശരിമാരൊക്കെ വരുന്നുണ്ടോ? ആ, വരുന്നുണ്ട്. നീ ഇപ്പൊ പുതിയ പരിവാക്കാൻ പോകല്ലേ അവിടെ? ഒന്നൊന്നര മേശിരി ആടാ. വാടാ, ഇവരെ കൊണ്ടുവന്നു അങ്ങോട്ട്. ഇത് മംഗലം കഞ്ഞിക്കലൊന്നും അല്ല, മംഗലത്തെ ജ്യോതിഷാലയം, പേര് കേട്ട ജ്യോതിഷം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നീ അങ്ങനെ ചോദിച്ചേ? മന്ത്രങ്ങൾ അറിയാവോ? സ്വാമി നമസ്കാരം. സ്വാമി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആയിക്കോട്ടെ. എന്താ കാര്യം? ഒരു പയ്യന്റെ കാര്യം നോക്കാനുണ്ട്. പയ്യനെ നോക്കാൻ? പയ്യനെ നോക്കാനല്ല, പയ്യന്റെ കാര്യം നോക്കാൻ. ഒരു സ്വാമി ഒരാളെ കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്.
അയാളെ കാര്യം നോക്കാം. അയാൾ വന്നിട്ടുണ്ടോ? അയാൾ വന്നിട്ടുണ്ടോ? നിങ്ങൾ എന്തുവാടെ നിങ്ങൾ പറയുന്നത്? രാവിലെ മനുഷ്യനെ മെനക്കെടുത്താണോ? സ്വാമി അയാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ലേ? പക്ഷെ അതൊരു വിളഞ്ഞൊരു സാധനമാണ്. അവന് എന്തോ ഒരു വിഷയമുണ്ട്. അത് നോക്കിയത് പരിഹരിക്കണം സ്വാമി. പരിഹരിക്കാം. പിന്നെ ഞാൻ പ്രശ്നം പരിഹരിക്കാനല്ലാതെ കഞ്ഞി വെക്കാനിരിക്കുക. കഞ്ഞിയല്ല, അതെന്തോ കഞ്ഞിയുണ്ടെന്ന് പറഞ്ഞു. ഉറപ്പില്ല. പാത്രമില്ലല്ലോ, ഇവര് ഇത് കഞ്ഞി കുടിക്കാൻ പറ്റണം. നമ്മൾ അവന്റെ കാര്യം നോക്കാൻ മതി. അവനില്ലല്ലോ. സ്വാമി ഒരു ബാധയും കൊണ്ടാണ് ഞാൻ വന്നത്. എനിക്കത് തോന്നി. ഇവന് ഇച്ചിരി കുഴപ്പമുണ്ട്. ഇതല്ല പുറത്തേക്കുവാ, പുറത്ത് നിർത്തിയേക്കുവാ. ഇച്ചിരി പ്രശ്നമുള്ള ആളാ. അപ്പം അയാളുടെ കാര്യങ്ങൾ സ്വാമിയെ നോക്കിയത് പരിഹരിക്കണം. വന്ന സമയം കറക്റ്റ് അല്ലല്ലോ സ്വാമി അല്ലടാ. ഇതിനൊക്കെ ഒരു സമയമുണ്ട്, ഒരു നേരമുണ്ട്. ഈ സ്വാമി എങ്ങനെയെങ്കിലും പരിഹരിക്കണം. പ്രശ്നം നോക്കുന്നതിന് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇപ്പം സമയം എത്രയെന്നറിയാം? അവന്റെ സമയം എനിക്ക് തോന്നുന്നു കറക്റ്റ് അല്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് നിങ്ങൾ വന്നത്. അല്ല, അത് ഞങ്ങൾക്കും തോന്നി അവന്റെ സമയം ക്ലിയർ അല്ല. ഇതിനൊക്കെ ഓരോ നിമിത്തങ്ങളുണ്ട്, അറിയാമോ? ഇനിയിപ്പം പ്രശ്നം വെച്ച് നോക്കാം നമുക്ക്. ആ പ്രശ്നം വെച്ച് നോക്കി എങ്ങനെയാലും ഒന്ന് പരിഹരിക്കണം. പരിഹരിക്കാം. എങ്ങനെയെങ്കിലും ഒന്ന് സാധിക്കണം. നോക്കട്ടെ. ഞാൻ അതുകൊണ്ടാണ് സ്വാമിയോട് തന്നെ കാണിക്കാൻ കൊണ്ടുവന്നത്. സ്വാമിക്ക് ചനിയുണ്ട്. സ്വാമിക്ക് ചനി വരാൻ പോകുന്നു. ഹോട്ടലാ? ഹോട്ടലിൽ വരുന്നുള്ള ആശുപത്രി കൊണ്ടുപോകണം. ഇത് ഇവിടെ നമ്മൾ സ്വാമി പറഞ്ഞു. സ്വാമി അവന്റെ മേത്തേരും പരിധാനം തോന്നുന്നു. ഇവരുടെ മേത്തിരിക്കും. ഉഗ്രമൂർത്തി കയറുന്നു. ഉഗ്രമൂർത്തി കണ്ടുണ്ടോ? ഇല്ല, അതാരാ? കേറി വാ, കേറി വാ, നമ്മളോടാണോ സ്വാമിയുടെ ദൈവം? സ്വാമിയുടെ ചേർത്ത് കയറാൻ കേറി വാ. സ്വാമി ഞങ്ങളോടാണോ സ്വാമിയുടെ മൂർത്തിയോടാണോ പറഞ്ഞത്? കേറി വാ. അല്ലാതെ കൊല്ലാനും കയറുക. ഇങ്ങോട്ട് മാറിയിരിക്കാൻ. ഞാനും മാറണോ സ്വാമി? നീ ഇങ്ങോട്ട് മാറി. മൂർത്തിയെ കേട്ടോ, സ്വാമിയുടെ മൂർത്തിയെ സംസാരിക്കുന്ന മൂർത്തി. ഞങ്ങൾ സിനിമ കേട്ടിട്ടില്ല. പാർട്ടിയല്ലേ പാർട്ടി? മൂർത്തിയോ മൂർത്തിയോ? അവനെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് സ്വാമി. അവനെ വിളി. എനിക്ക് വിളിച്ചോണ്ട് വരാം. ഞാനും വിളിച്ചിട്ട് വരാം. നീ വിളിക്കാൻ പോയി ചായ കുടിക്കാൻ പോകും. സ്വാമിയെ നോക്കിക്കൊള്ളും കേട്ടോ, ഇറങ്ങി ഓടുന്നുണ്ടോ? സ്വാമിയുടെ ദൈവം പെട്ടെന്ന് അതിന് വിളിച്ചോണ്ടോ? നീ കൂടെ നിൽക്കണം. ഞാൻ വരുന്നില്ല, ഞാൻ വരുന്നില്ല. നിനക്ക് വേണ്ടാത്തുണ്ട്, നിനക്ക് വൈകാരം വേണ്ടാത്തുണ്ട്. എന്നെ വിളിക്കണം. തൊണ്ടക്കോലും ഞാൻ എന്നാ പറഞ്ഞില്ല അവന്റെ മേത്ത് ആരണ്ടുണ്ടെന്ന്. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ തല്ലി മേടിക്കാൻ. നിന്നെ കൊണ്ട് എവിടെ പോയാൽ എനിക്ക് തല്ല് മാത്രമേ കിട്ടുന്നുള്ളല്ലോടാ സ്വാമി. ഇതാണ് പ്രശ്നക്കാരൻ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ചെറുക്കൻ. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ഇരുത്തും. എന്റെ കളത്തിൽ കയറി കളിച്ച നിന്നെ ഞാൻ ഇരുത്തും ഇവിടെ. കേട്ടടാ നിന്റെ കാര്യം സ്വാമി ഏറ്റി. ശ്രീ ഗണപതി നമോ നമ. ഓം ഗണപതി നമോ നമ. ഓം ഗുരുഭ്യോ നമോ നമ. ഓം ഗണപതി നമോ നമ. സ്വാമി സ്വാമി സ്വാമിയേ എന്തെങ്കിലും കുഴപ്പമല്ല ഉണ്ടോ? ഇവിടെ ഒരെണ്ണമുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതവിടെ വെക്കട്ടെ, അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. കർക്കിടകം, വൃശ്ചികം, ധനു, കഞ്ഞില്ലേ? കഞ്ഞി വൈകിട്ട്. മകരം, ചിങ്ങം, കന്നി. കഞ്ഞി മഴയുണ്ട്.
തുലാം, വൃശ്ചികം, നിന്റെ കല്യാണം നടക്കണത് ധനു, അതിന് നമ്മൾ ചില കാര്യങ്ങളുണ്ട് അത് മകരം, സ്വീകരിച്ചെങ്കിൽ മാത്രം നടക്കത്തുള്ളൂ. മീനം. മീനം രാശിയാണല്ലോ കാണുന്നത്. മീനൻ രാശിയാണ്. മീനൻ രാശി. വേറെ ഒന്നും കണ്ടില്ലേ? മീനൻ രാശിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഒറ്റശങ്ക് മാറിക്കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്വാമി ഞാൻ എടുത്ത് പോയി നീ പറഞ്ഞോ. വെക്കാടെ ആ ചങ്കിന് കൊണ്ടുപോകാം. സ്വാമി ഇവരെ കൊണ്ട് ഞങ്ങൾ 24 പെണ്ണ് കാണാൻ പോകും. പോകുന്നിടത്തെല്ലാം ഞങ്ങൾക്ക് അടി കിട്ടുമല്ലാതെ ഇതുവരെ കല്യാണം നടന്നിട്ടില്ല. അതെന്താ സ്വാമി അത്? അതിന് മംഗല്യയോഗം ഇല്ലേ? മംഗല്യയോഗം ഒക്കെ ഉണ്ട്. അവനൊരു യോഗം മാത്രമില്ല. അതെന്ത് യോഗം? ഇവനിപ്പോ സൂര്യൻ ഇപ്പൊ 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. സൂര്യൻ 10ാം ഭാവത്തിൽ, അത് 9ലോട്ടാക്കും. 10ാം ഭാവത്തിൽ വന്നാൽ എന്താണ് അനുഭവം നിനക്കറിയാവോ? അറിയാവോ? 10ാം ഭാവത്തിൽ സൂര്യൻ വന്നു കഴിഞ്ഞാൽ 10ാം ഭാവത്തിൽ സൂര്യൻ നല്ല കർമ്മഫലത്തെ ഉണ്ടാക്കും. അവന് നല്ല കർമ്മഫലം ഉണ്ടാവും അല്ലേ? കർമ്മം ചെയ്യാൻ ഫലം ഉണ്ടെന്നർത്ഥം. പ്രത്യേകിച്ച് സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് എനിക്ക് കിട്ടത്തില്ല സ്വാമി. അറ്റ്ലീസ്റ്റ് 10ാം ക്ലാസ്സിൽ ഇരിക്കട്ടെ. നല്ല കർമ്മപുഷ്ടിയുണ്ട്. പക്ഷെ പണിക്കൊന്നും പോകത്തില്ല അല്ലേ? ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വിജയിക്കുന്നുണ്ടോ? ചന്ദ്രൻ 6ാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാല് ചന്ദ്രൻ 6ാം ഭാവത്തിൽ ചന്ദ്രന്റെ ഭാവ ചന്ദ്രന്റെ കാര്യം എന്റെടാ. ചന്ദ്രൻ ഇവന്റെ 6ാം ഭാവത്തിൽ ഇരിക്കുക. ചന്ദ്രന്റെ 6ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് അവിടെ ആരോ ഒരു ശത്രുവുണ്ട്. കല്യാണം മുടക്കുന്നത് ഒരു ശത്രുവുണ്ട്. ആ ശത്രു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന്റെ അപ്പൻ അയാളുടെ കല്യാണം മുടക്കിയതാണ്. ആ ശാപമാണ്. തന്ത അയാളുടെ കല്യാണം മുടക്കി. ഇയാൾ അയലത്ത് തന്നെയാണ് ആള്. സ്വാമി പക്ഷെ അയാള് രക്ഷപ്പെടാൻ വേണ്ടി കുറെ മാർഗങ്ങൾ നോക്കിയിട്ടുണ്ട്. അന്ന് കുറെ ബാധയൊക്കെ വീട്ടിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. ഇയാളുടെ ശല്യക്കാരൻ, ഇവന്റെ തന്തയുടെ ശല്യക്കാരൻ. അതിന്റെ എല്ലാം ഇപ്പൊ ഇവര് കിട്ടിയിട്ടുണ്ട്. ഇവന്റെ പാരമ്പര്യത്തിൽ ഉണ്ടാവും. പക്ഷേ ഈ വാതിലെല്ലാം കൂടി കയറി അവര് വാതിലൊന്നും വേണ്ട. അവര് അപ്പുറം പോയാൽ വീട്ടിൽ ഇവന്റെ അമ്മാവൻ, ഇവന്റെ ഒരു അമ്മാവൻ, ഉമ്മയുടെ ആംഗ്ലേ ഇവന്റെ വീട്ടിലുണ്ടെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. മാതുലൻ ഇതിനകത്തുണ്ട്. മാതുലനോ? അപ്പൊ എങ്ങനെയെങ്കിലും ശനിക്കകത്ത് മാതുലനുണ്ട്. എങ്ങനെയെങ്കിലും അത് ഒഴിപ്പിക്കണമല്ലോ സ്വാമി. ഒഴിപ്പിക്കാം. എന്റെ മാതുല അമ്മാവൻ അവിടെ ഉണ്ട്. അപ്പൊ അതാരും ചെയ്യണം. മാതുല അമ്മാവൻ വീട്ടിലല്ല. അമ്മാവന് ഇവര് തീറ്റി കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞ ആടിന് തീറ്റി കൊടുക്കണ്ടേ? അമ്മാവന് തീറ്റി കൊടുക്കുന്നില്ല. തീറ്റിയുടെ കുറവുണ്ട്. അമ്മാവനാ ഇവര് മുട്ടയിലാണ് കൂടോത്രം ചെയ്തിരിക്കുന്നത്. മുട്ടയില് ആ മുട്ട കൂടോത്രം മൊത്തം ഈ അമ്മാവനാണ് തിന്നുന്നത്. ഇവിടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കല്യാണത്തിന് പേര് പറഞ്ഞ് കുറച്ച് സാമ്പത്തികം ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നുണ്ട്. ഒരു പരിവക്കാനുള്ള കാശ് അവരുടെ അടുത്ത് ഞങ്ങൾ മേടിച്ചു. അപ്പൊ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇവന്റെ കല്യാണം നടത്തിയേ പറ്റും. അപ്പൊ ഇവന്റെ ദോഷം ഞങ്ങൾ എങ്ങനെയും മാറ്റണം. ഇവന്റെ ബാധകളും ഇവനെ അയലോകത്തുകാരുടെ ദോഷമുണ്ടെന്ന് പറഞ്ഞില്ലേ, അതും എങ്ങനെ പരിഹരിക്കും സ്വാമി? ഇതിപ്പോ പരിഹരിക്കാൻ നല്ലൊരു പൂജ വേണ്ടി. പൂജയ്ക്കിടെ കള ഒരുക്കാം. സ്വാമിയുടെ മൂർത്തിയാ അവനെ നല്ലൊരു പൂജ വേണ്ടി. പൂജ ഒരുക്കാം. അവന്റെ അമ്മയോട് പറഞ്ഞ് കാശൊക്കെ റെഡിയാക്കി. പൂജ ചെയ്താ നിങ്ങൾ മേടിച്ച കാശ് എന്തിയാ? ഞങ്ങൾ മേടിച്ച കാശ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ആർക്കും മേടിക്കരുത്. അതുകൊണ്ടാ സ്വാമി ഞങ്ങൾ ഇപ്പൊ അവനോട്ട് വന്നത്. ഈ പരിഹാരമായിട്ട് ഞങ്ങൾ ഇവനെ ഞങ്ങൾ കെട്ടിക്കും. ഞാൻ അന്നേരം പറഞ്ഞല്ലേ അവന്റെ മെത്തൽ വലിയ സ്വാമിയുടെ മെത്താണ്. സ്വാമിയുടെ മൂർത്തിയാ. ആർത്തിയാണ് മൂർത്തി. സ്വാമി അത് പരിഹരിക്കത്തില്ല സ്വാമി. നല്ലൊരു പൂജ വേണം. 10-25,000 രൂപ ചെലവുണ്ട്. 25 അവിടെ 50 പറയണം. അത് നടത്തിയാൽ ഇവനെ നമുക്ക് രക്ഷപ്പെടും. അത് ശരിയാക്കാം. അവന്റെ അമ്മ പറഞ്ഞ എത്ര കാശ് കൊടുക്കും കേട്ടാ. നിങ്ങൾ ധൈര്യമായിട്ട് പോക്കുക മക്കളെ. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് കളി അർത്ഥമാക്കണം. അത്ര മക്കളെ നിങ്ങൾ ധൈര്യമായിട്ട് പോട്ടുവാ. ഞാനില്ലയോ? ശരി സ്വാമി.
ഇപ്പൊ പൈസ ഒപ്പിച്ച് വെച്ചിരിക്കുക. ബാക്കിയെല്ലാം കുറുപ്പടിയും ചാർജും കാര്യങ്ങളും എല്ലാം ഞാൻ തരാം. തരാം. ഓക്കെ സാർ, ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങാം. ഇറങ്ങാം. പക്ഷെ ഇന്നത്തെ ദക്ഷിണ ആര് വെച്ച് സ്വാമി ഇവിടെ വെച്ചു. ഞങ്ങള് വാരട്ടെ സാർ. ഞങ്ങള് വാരട്ടെ. ഞങ്ങള് പോയിട്ട് വാരട്ടെ. താക്കോല് മുന്നിൽ പോയിട്ടോ. അയ്യോ അവന്റെ പെണ്ണ് കാണല്, കല്യാണം. യവനെ വെച്ച് ഞാൻ കുറച്ച് കാശുണ്ടാക്കും. ഇവിടെ കല്യാണം കഴിച്ചവന്മാര് കിടന്ന പാടുവിടുക. അപ്പോഴാ കല്യാണം കഴിക്കാൻ നടക്കുന്നു.